ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ പുളിയിഞ്ചിയാണ്. ഒരു പൊടികളും ചേർക്കാതെയാണ് നമ്മൾ ഈ പുളിയിഞ്ചി ഉണ്ടാക്കിയത്. കായപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കൊണ്ടിട്ട് വരാം. നമ്മൾ കുറച്ച് പുളി പെറുക്കി കൊണ്ടുവന്നേ. ഇതുകൊണ്ട് നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം കേട്ടോ. ആദ്യം നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. പുളി തൊണ്ടൊക്കെ കളഞ്ഞ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടണേ. ഇനി നമുക്ക് പിഴിഞ്ഞെടുക്കാം. പുളി പിഴിഞ്ഞെടുത്തു കേട്ടോ. ഇനി നമുക്കിത് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. ഇതിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. ഇതിലൂടെ ഒഴിക്കും. പുളി നമ്മൾ അരിച്ചെടുത്ത് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിന്, പച്ചമുളകും, പിന്നെ ഈ ശർക്കരയും നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ശർക്കര നമ്മൾ അരിഞ്ഞെടുത്തണേ. പുളി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിരുന്നു കേട്ടോ. പുളി നല്ലോണം തിളച്ച് വന്നണേ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒന്നും നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണമൊന്നുമില്ല, അതേപോലെ അതിലേക്ക് ഇടുക. ഇഞ്ചിര പച്ചമുളക്, ഇനി നമ്മൾക്കിതിലേക്ക് ശർക്കര അരിഞ്ഞതിടാം കേട്ടോ. കുറച്ച് ഉപ്പ്, നമ്മളിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകൊന്നും വറുത്തല്ല ഇട്ടത്, അതുകൊണ്ട് പുളിയിഞ്ചി കേട് വരുമൊന്നുമില്ല. സാധാ പുളിയിഞ്ചി പോലെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മളിതിലേക്ക് കായപ്പൊടിയോ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കില്ല. നല്ല ടേസ്റ്റിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് തന്നെ. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊണ്ടിട്ടോ. പുളിയിഞ്ചി റെഡിയായേ. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് വയ്ക്കാം. ചട്ടി ചൂടായേ. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടോ. നമുക്കിതിലേക്ക് കടുകിടാം. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക് ഇടാം, കറിവേപ്പില. ഈ വറവ് നമുക്ക് പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പുളിയിഞ്ചി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി വെക്കാം കേട്ടോ.